ലോകത്തിലെ ഏറ്റവും ഭംഗിയുള്ള എന്നാൽ ഏറ്റവും അപകടം നിറഞ്ഞൊരു സ്ഥലത്തേക്ക് നമ്മൾ ഇന്നൊരു യാത്ര പോവുകയാണ്. കാണാൻ നല്ല ഭംഗി, പക്ഷേ അവിടെ കാല് കുത്തിക്കഴിഞ്ഞാൽ പിന്നെ ജീവനോടെ തിരിച്ചു വരാനുള്ള സാധ്യത തീരെയില്ല. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബ്രസീലിലെ സ്നേക്ക് ഐലാൻഡിനെ കുറിച്ചാണ്. മനുഷ്യനെ ബാൻ ചെയ്തിട്ടുള്ള ഐലാൻഡ്. ഒരു സെക്കൻഡിലെ ഒരു ബൈറ്റ് കൊണ്ട് മിനിറ്റുകൾക്കുള്ളിൽ എല്ലാം അവസാനിപ്പിക്കാൻ കഴിയുന്ന ദി മോസ്റ്റ് വെനമസ് ക്രിയേച്ചേഴ്സിൻ്റെ ലോകം. ബട്ട് ഈ ഐലാൻഡ് അവിടെയുള്ള ജീവികളെ കൊണ്ട് മാത്രമല്ല ഡേഞ്ചറസ് ആയി മാറിയത്. അത് വെറും ഒരു തെറ്റിദ്ധാരണ മാത്രമായിരുന്നു. സ്നേക്ക് ഐലാൻഡിനെ കുറിച്ച് ക്ലിക്ക് ബൈറ്റുകൾക്ക് വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്ത യൂട്യൂബ് വീഡിയോകളിൽ നിന്ന് നിങ്ങൾ ഇതുവരെ കേട്ട കെട്ടുകഥകൾക്കും മിത്തുകൾക്കും അപ്പുറം സ്നേക്ക് ഐലാൻഡിന്റെ ഡീപ്പ് ഇൻസൈഡിലേക്കാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പോകാൻ പോകുന്നത്. നിങ്ങൾ ഇതുവരെ കേട്ട കെട്ടുകഥകൾക്കും അപ്പുറമാണ് സ്നേക്ക് ഐലാൻഡ് എന്ന സത്യം. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ റിസർച്ചുകൾ നടത്തുന്നതിന് മുമ്പ് ഞാൻ വിശ്വസിച്ചിരുന്നത് സ്നേക്ക് ഐലാൻഡിനെ പറ്റി എനിക്ക് ഏറെക്കുറെ എല്ലാം അറിയാമെന്നായിരുന്നു. എവിടെ നോക്കിയാലും ഡെഡ്ലി ആയിട്ടുള്ള പാമ്പുകൾ, ഒരുപാട് മരണങ്ങളുടെ കഥകൾ, വിസിറ്റേഴ്സിനെ ബാൻ ചെയ്തിരിക്കുന്ന കാര്യം, അങ്ങനെ പലതും. പക്ഷേ സ്നേക്ക് ഐലാൻഡിനെ ഇഴകീറി മുറിച്ച് പരിശോധിക്കുന്ന സമയത്താണ് ഇതിനെല്ലാം അപ്പുറം മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ അവിടെ ഉണ്ടെന്ന് മനസ്സിലാവുന്നത്. ബ്രസീലിൻ്റെ തീരത്ത് സാവോ പോളോയിൽ നിന്ന് ഏകദേശം 33 കിലോമീറ്റർ അകലെയാണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ബ്രസീലിൻ്റെ മെയിൻലാൻഡുമായി കണക്റ്റഡ് ആയി കിടന്നിരുന്ന ഒരു ദ്വീപായിരുന്നു ഇത്. പക്ഷെ പിന്നീട് സമുദ്രനിരപ്പ് ഉയർന്നതിൻ്റെ ഭാഗമായി മെയിൻലാൻഡിൽ നിന്നും ഈ ഒരു ദ്വീപ് ഡിസ്കണക്റ്റഡ് ആയി പോവുകയായിരുന്നു. അതിനുശേഷം കുറച്ച് ജീവികൾ മാത്രമായി ഈ ദ്വീപിൽ ഒറ്റപ്പെട്ടു പോവുകയായിരുന്നു. അങ്ങനെ ആ ദ്വീപിൽ ഒറ്റപ്പെട്ട ആ ജീവികൾ പിന്നീട് ലോകം ഇന്ന് വരെ കാണാത്ത രീതിയിലേക്ക് രൂപാന്തരപ്പെടുകയായിരുന്നു. ഭൂമിയിലെ ഏറ്റവും അപൂർവമായ അണലികളിലൊന്ന്. ഇതിൻ്റെ വിഷം പവർഫുൾ ആണെന്ന് മാത്രമല്ല സ്പെഷ്യലി ഇവോൾവ്ഡ് ആണ്. ബ്രസീലിൻ്റെ മറ്റ് പ്രദേശങ്ങളിലുള്ള അണലികൾ എലികളെ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ദ്വീപിലെ എലികൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ അപ്രത്യക്ഷമായിരുന്നു. പിന്നെ ആ ദ്വീപിൽ ബാക്കിയുള്ള ഇവകളുടെ ഒരേ ഒരു ഇര എന്ന് പറയുന്നത് അവിടെയുള്ള പക്ഷികൾ മാത്രമാണ്. ഇവയുടെ വിഷം എത്രത്തോളം പവർഫുൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടിയേൽക്കുന്ന സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ പക്ഷികളുടെ കാര്യം തീരുമാനമാവും. ഇത്രയും സ്പീഡിൽ ഇരയെ കൊല്ലാൻ കഴിയുന്ന ഇതേ വിഷം തന്നെയാണ് ഹാർട്ട് റിലേറ്റഡ് ആയിട്ടും രക്തം കട്ടപിടിക്കുന്നതുമായ രോഗങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റിന് വേണ്ടിയുള്ള മരുന്നുകൾക്ക് വേണ്ടി റിസർച്ചിന് ഉപയോഗിക്കുന്നതും. അതായത് ഒരേ സമയം ജീവൻ എടുക്കാനും ജീവൻ കൊടുക്കാനും കഴിയുന്ന ഒന്ന്. ഇനി നമുക്ക് ഈ ദ്വീപുമായി ബന്ധപ്പെട്ട് വളരെ കാലം മുതൽക്ക് തന്നെ പ്രചരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കെട്ടുകഥയെ കുറിച്ച് നോക്കാം. സ്നേക്ക് ഐലാൻഡിനെ കുറിച്ച് പറയപ്പെടുന്ന ഒട്ടുമിക്ക വീഡിയോകളിലും പറയുന്ന ഒരു കഥയാണ് അവിടെ ജീവിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന ഒരു ലൈറ്റ് ഹൗസ് കീപ്പറിന്റെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും മരണം. എന്നാൽ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഥയുടെ മിക്ക ഭാഗവും വെറും മിത്ത് മാത്രമാണ്. 1909 മുതൽ തന്നെ ഈ ദ്വീപിലെ ലൈറ്റ് ഹൗസിൽ ആളുണ്ടായിരുന്നു എന്ന് പറയുന്നത് സത്യമാണ്. എന്നാൽ പാമ്പുകളുടെ ആക്രമണത്തിൽ മരിച്ചു എന്ന് പറയുന്ന കഥയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു തരത്തിലുള്ള ഒഫീഷ്യൽ റെക്കോർഡ്സും ഇല്ല എന്നതാണ് സത്യം. വെറും വാർത്തകൾക്ക് വേണ്ടി മാത്രം കടൽ സഞ്ചാരികൾ പരത്തിയ ഗോസിപ്പുകൾ പത്രങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു. പക്ഷെ ഒരു സ്ട്രേഞ്ചറെ സംബന്ധിച്ചിടത്തോളം ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ദ്വീപിനെ കുറിച്ച് പരക്കുന്ന ഇത്തരത്തിലുള്ള കഥകൾ വിശ്വസിക്കുന്നതിൽ തെറ്റ് പറയാൻ പറ്റില്ല. എന്നാൽ ബ്രസീലിയൻ ഗവൺമെന്റിന്റെ നേവി സാധാരണക്കാരായ ആളുകൾക്ക് ഈ ഒരു ഐലാൻഡിലേക്കുള്ള എൻട്രി സ്ട്രിക്റ്റ് ആയിട്ട് നിരോധിച്ചിട്ടുമുണ്ട്. അത് അവർ അവിടെ എന്തെങ്കിലും സീക്രട്ടുകൾ ഒളിപ്പിച്ചത് കൊണ്ടൊന്നുമല്ല, മറിച്ച് ഐലാൻഡ് അത്രയും അപകടം നിറഞ്ഞതുകൊണ്ട് തന്നെയാണ്. ഇങ്ങോട്ടേക്ക് എൻട്രി പെർമിഷൻ ഉള്ള ആളുകൾ, അതായത് ലൈറ്റ് ഹൗസിന്റെ മെയിൻ്റെനൻസ് വർക്കുകൾ ചെയ്യുന്ന ആളുകൾ, റിസർച്ചേഴ്സ്, നേവി ഉദ്യോഗസ്ഥർ, ഇങ്ങനെയുള്ളവർ പോലും വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഈ ഐലാൻഡിലേക്ക് പോകുന്നത്. ഇനി അങ്ങനെ പോവുകയാണെങ്കിൽ പോലും ആ ദ്വീപിലെ ഡേഞ്ചറസ് ആയിട്ടുള്ള ജീവികൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് പാമ്പുകൾക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആന്റി വെനം കിറ്റുമായിട്ടാണ് അവർ പോകുന്നത് പോലും. ഇനി ഇതുവരെ സ്നേക്ക് ഐലാൻഡിനെ കുറിച്ച് നിങ്ങൾ കണ്ട ഒരു യൂട്യൂബ് വീഡിയോയിലും പറഞ്ഞിരിക്കാൻ സാധ്യതയില്ലാത്ത കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ പറയാം. ഈ ഐലാൻഡിലുള്ള പാമ്പുകൾക്ക് ബ്ലാക്ക് മാർക്കറ്റിൽ $10,000 മുതൽ $30,000 വരെയാണ് വില. അതുകൊണ്ട് തന്നെ ഒരു വിഭാഗം ബയോ പൈററ്റ്സ് അഥവാ കള്ളന്മാർ രാത്രിയുടെ മറവിൽ ഈ ഐലാൻഡിലേക്ക് ഒളിച്ചു കടന്ന് ഇവിടെയുള്ള ജീവികളെ പിടിച്ച് ഇല്ലീഗൽ ആയിട്ടുള്ള ലാബുകൾക്കും മറ്റും വിൽക്കുന്നുമുണ്ട്. ഈ ഇല്ലീഗൽ ട്രേഡ് ഈ ഐലാൻഡിലെ ജീവികളുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി മാറുകയാണ്. മനുഷ്യനില്ലാത്ത ദ്വീപായിട്ട് പോലും മനുഷ്യന്റെ അതിക്രമത്തിന് ഒരു കുറവുമില്ല. സ്നേക്ക് ഐലാൻഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നോക്കുന്നിടത്തെല്ലാം പാമ്പുകൾ ഇഴഞ്ഞു നടക്കുന്ന ഒരു ചിന്തയായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. സംഭവം അവിടെ ഒരുപാട് പാമ്പുകളുണ്ട്, പക്ഷെ അതിനൊരു ബാലൻസ് ഉണ്ട് എന്നതാണ് സത്യം.
ഈ ഐലാൻഡിൽ വരുന്ന ഗവേഷകർ ഫോളോ ചെയ്യുന്ന സ്ട്രിക്റ്റ് ആയിട്ടുള്ള കുറെ റൂൾസുകളുണ്ട്. വള്ളികൾ കൊണ്ട് നിറഞ്ഞ ഭാഗത്തേക്ക് ഒരു കാരണവശാലും പോവാൻ പാടില്ല. ചുറ്റും പരിശോധിക്കാതെ ഒരടി പോലും മുന്നോട്ട് വെക്കാൻ പാടില്ല. മരങ്ങളിലുള്ള ഹോൾസുകളിലേക്ക് ഒരു കാരണവശാലും കൈയിടാൻ പാടില്ല. പ്രധാനമായും റേഡിയോ ട്രാൻസ്മിറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് പാമ്പുകളുടെ ബ്രീഡിംഗ് സോണുകൾ കണ്ടെത്തുന്നത്. ഈ കൂട്ടത്തിൽ പാമ്പുകളുടെ വിഷത്തിന്റെ ജനറ്റിക്സും പഠിക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്നേക്ക് ഐലാൻഡുമായി ബന്ധപ്പെട്ട് പ്രധാനമായും കേൾക്കുന്ന 4 നുണകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1. ഓരോ സ്ക്വയർ മീറ്ററിനുള്ളിലും ഒരു പാമ്പ് ഷുവറായിട്ടും ഉണ്ടായിരിക്കും. ഇതൊരു നുണയായിരുന്നു. ഇത് ചില പ്രത്യേക ഏരിയാസിൽ മാത്രമാണ് ഇങ്ങനെയുള്ളത്. 2. ഐലാൻഡിലെ പാമ്പിന്റെ കടി കിട്ടിയാൽ സ്പോട്ടിൽ തന്നെ ഡെഡ് ആവും എന്നുള്ള കാര്യം. ഇത് പക്ഷികൾക്ക് മാത്രമായിട്ടുള്ള കാര്യമാണ്. മനുഷ്യൻ കുറെ കൂടി സമയം സർവൈവ് ചെയ്യും. 3. ഒരു മനുഷ്യനെ കണ്ട ഉടനെ ഒരു പ്രൊവക്കേഷനും ഇല്ലാതെ അവിടെയുള്ള പാമ്പുകൾ അറ്റാക്ക് ചെയ്യുമെന്നുള്ള കാര്യം. സത്യത്തിൽ സ്നേക്ക് ഐലാൻഡിൽ നിന്നല്ല, എല്ലായിടത്തും മനുഷ്യരുള്ള ഭാഗങ്ങളിൽ നിന്ന് പാമ്പുകൾ ഒഴിഞ്ഞു മാറാനാണ് പതിവ്. 4ാമത്തെ നുണ എന്ന് പറയുന്നത് ഇതൊരു ശാപം പിടിച്ച ഐലാൻഡ് ആണെന്നാണ്. സോ ഈ ഒരു ഐലാൻഡ് എല്ലാ കാലത്തും ഇതുപോലെ ഒറ്റപ്പെട്ട് നിഗൂഢമായി നിൽക്കാനാണോ സാധ്യത? യെസ്, അതിനാണ് കൂടുതൽ സാധ്യത. ചില ആളുകൾ അവിടെ വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള ടൂറിസം ഒക്കെ പ്ലാൻ ചെയ്യാനുള്ള ഐഡിയാസ് പറഞ്ഞിരുന്നു. പക്ഷെ ആ ഒരു തീരുമാനം മനുഷ്യനും അതുപോലെ തന്നെ അവിടെയുള്ള ജീവികൾക്കും ഒരുപോലെ റിസ്ക് ആണെന്നാണ് പിന്നീട് എക്സ്പേർട്ടുകൾ കണ്ടെത്തിയത്. നിലവിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് ആ ഒരു ഐലാൻഡിനെ അൺടച്ച്ഡ് ആയി അങ്ങനെ റിമെയിൻ ചെയ്യിക്കുക എന്നുള്ളതാണ്. സോ സ്നേക്ക് ഐലാൻഡ് വെറും ഒരു പേടിപ്പെടുത്തുന്ന കഥകൾക്കും അപ്പുറമാണ്. ഭൂമിയിലെ എല്ലാ സ്ഥലങ്ങൾക്കും നമ്മുടെ മനുഷ്യന്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ നമ്മൾ ഇല്ലാതിരിക്കുന്നതാണ് നമുക്കും അവിടെയുള്ള ജീവികൾക്കും നല്ലതെന്നാണ് ഈ ഐലാൻഡ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. സോ നിങ്ങൾക്കുള്ള എൻ്റെ ചോദ്യം ഇതാണ്. ഫുള്ളി പ്രൊട്ടക്റ്റഡ് ആയിക്കൊണ്ട് വെറും ഒരു മണിക്കൂർ നേരത്തേക്ക് ഈ ഐലാൻഡ് വിസിറ്റ് ചെയ്യാൻ നിങ്ങൾക്കൊരു അവസരം കിട്ടിയാൽ നിങ്ങൾ ആ അവസരം യൂസ് ചെയ്യുമോ? നിങ്ങളുടെ ഉത്തരം യെസ് ആണെങ്കിലും നോ ആണെങ്കിലും എന്തുകൊണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യുക.